ചോദിക്കാൻ പോകുന്ന സാധനമാണ് എസ്കേപ്പ് വെലോസിറ്റി. 100% ഞാൻ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞാണ് ഈ ചാപ്റ്ററിന് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് അഥവാ ഡെപ്ത് ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിന്റെ ഡെറിവേഷൻ ചോദിച്ചിരിക്കും 100%. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? വളരെ സിമ്പിൾ ആണ്. ഈ പെണ്ണ് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ താഴേക്ക് വരും, കാരണം ഗ്രാവിറ്റി പിടിച്ച് താഴേക്ക് വലിക്കും അല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി കുറയുന്നുണ്ട്, പക്ഷേ ഗ്രാവിറ്റി ഉണ്ടല്ലോ, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ പിടിച്ച് താഴേക്ക് വലിക്കും. ഞാൻ എത്ര ഹൈറ്റിൽ എറിഞ്ഞാലും സാധനം മുകളിലേക്ക് വരും, താഴേക്ക് വരുമോ? തീർച്ചയായും വരും. അല്ലെ, സാധനം മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ ജി കുറയുന്നുണ്ട്, പക്ഷെ കുറച്ചെങ്കിലും ഉണ്ടാവല്ലോ അല്ലെ, വല്ല 1.2 അല്ലെ 0.3 ഒക്കെ ജി ഉണ്ടാവില്ലേ മുകളിലേക്ക് പോകും, അതായത്. അങ്ങനെയാണ് എന്റെ ചോദ്യം. ഇത് താഴേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ എവിടേക്ക് എറിയണം? 10,000 കിലോമീറ്റർ എറിഞ്ഞാൽ താഴേക്ക് വരാതിരിക്കുമോ? അപ്പോഴും താഴേക്ക് വരും. അവിടെ കുഞ്ഞ് ജി ഉണ്ടാവില്ലേ, കുറച്ച് ജി ഉണ്ടാവും, അത് താഴേക്ക് കൊണ്ടുവരും. 30,000 കിലോമീറ്റർ എറിഞ്ഞാൽ 1,00,000 1 കോടി കിലോമീറ്റർ എറിഞ്ഞാലും നടക്കില്ല. എത്ര എറണം? ഇവൻ ഇൻഫിനിറ്റി എത്തുന്നവരെ എറണം. ഓക്കെ, ഇവൻ ഇൻഫിനിറ്റി എത്തുന്ന വരെ ഞാൻ ഒരു വെലോസിറ്റി കൊടുത്തു, ഞാൻ ഇൻഫിനിറ്റിയിൽ എത്തിച്ചു. അങ്ങ് ഇൻഫിനിറ്റി എവിടെ എത്തിച്ചു? ഇൻഫിനിറ്റി എത്തിയ സാർ അവിടെ പിന്നെ തിരിച്ചു വരില്ല. പക്ഷേ ഇൻഫിനിറ്റി എത്തിയിട്ടും വീണ്ടും വെലോസിറ്റിയിലേക്ക് പോകണ്ട, അതായത് മിനിമം വെലോസിറ്റി മതി. ഇൻഫിനിറ്റി എത്തിയാൽ പിന്നെയും പോകേണ്ട ആവശ്യമില്ല. ഇൻഫിനിറ്റി എത്തി, അപ്പൊ വെലോസിറ്റി എന്താണ്? 0 ആണ്. പിന്നെ അവിടെ നിന്നാൽ മതി, വെലോസിറ്റി 0 ആയിട്ട് അവിടെ നിന്നാൽ മതി. അത് പിന്നെയും പോകേണ്ട വെലോസിറ്റി ഒന്നും എനിക്ക് കൊടുക്കാനുള്ള ശക്തി എനിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഈ പെണ്ണിന് എത്ര വെലോസിറ്റി എടുക്കണം? ഐ ഷുഡ് ഗിവ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി മിനിമം വെലോസിറ്റി ഫോർ എ ബോഡി ടു ജസ്റ്റ് എസ്കേപ്പ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. അതായത് ഇൻഫിനിറ്റി എത്തിയാലേ എസ്കേപ്പ് ചെയ്യുള്ളൂ, അല്ലാണ്ട് 1,00,000 കിലോമീറ്റർ 1 കോടി എത്തിയാലും 10 കോടി എടുത്താലും എത്ര എത്തിയാലും എസ്കേപ്പ് ഇല്ല. ഇൻഫിനിറ്റി എത്തിയാൽ എസ്കേപ്പ് ചെയ്യും. അപ്പൊ ഇൻഫിനിറ്റി വരെ എത്തിക്കാം ഉള്ള മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അത് ഡെഫിനിഷൻ പഠിച്ചത്. ഇനി എസ്കേപ്പ് വെലോസിറ്റിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനാണ് ഈ ചാപ്റ്റർ രണ്ടും ഒരുമിച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. രണ്ടിനും കുറച്ച് പാരലൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി വർക്ക് ചെയ്യുക? എങ്ങനെയാണ്? മെക്കാനിക്കൽ ഇപ്പൊ ഫ്രിക്ഷനും കാര്യങ്ങളും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലാത്തടത്തോളം മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യലിന്റെയും സമ്മ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കാം. ഇനീഷ്യലി മെക്കാനിക്കൽ എനർജി എത്രയാ പറ? അത് പറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ പെന്നിനെ ബുർന്ന് പറഞ്ഞ പറപ്പിക്കില്ലേ, ആ പറപ്പിക്കുന്ന സമയത്ത് അവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? കൈനറ്റിക് എനർജി ഉണ്ടോ? പറപ്പിക്കാൻ വേണ്ടി വെലോസിറ്റി കൊടുക്കണ്ടേ? എത്ര കൈനറ്റിക് എനർജി? 12 × m × വെലോസിറ്റി v². നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കും പറപ്പിക്കുന്നത്, ആ അവസാനം റിപ്ലേസ് ചെയ്യാം. 12 mv² എന്നാൽ കൈനറ്റിക് എനർജി കൊടുക്കണ്ടേ പറപ്പിക്കണമെങ്കിൽ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജി സാർ mgh ഇല്ല, കാരണം സർഫസിലല്ലേ. അത് പറയരുത്. നമ്മുടെ പുതിയ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? -gmm/r. സർഫസിൽ എത്രയാണ്? -gmm/r, ക്യാപിറ്റൽ R ഉണ്ട്. അപ്പൊ സർഫസിനാണ് നിങ്ങൾ പറപ്പിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി -gmm/r ഉണ്ട് നമ്മുടെ പുതിയ ഡെഫിനിഷൻ പ്രകാരം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? -gmm/r, -gmm/R. സർഫസിനാണ് പറപ്പിക്കുന്നതെങ്കിൽ, സർഫസിനാണ് നമ്മൾ പറപ്പിക്കുന്നത്. അപ്പോൾ സർഫസിന് പറപ്പിക്കുമ്പോൾ വെലോസിറ്റി ഉണ്ട്, അതേസമയം സർഫസിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. ശരി, -gmm/r മൈനസ് ആയിരിക്കും കേട്ടോ. ശരി, അപ്പൊ ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി ഇതാണ്. ഇനി ഇവനെ നമ്മൾ ഇൻഫിനിറ്റിയിലല്ലേ എത്തിക്കുന്നത്. അപ്പൊ ഫൈനൽ കണ്ടീഷൻ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും പറ? വീണ്ടും ആ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അവന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? നമ്മുടെ ഇൻഫിനിറ്റി എത്തുമ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം അവന് വെലോസിറ്റി ഒന്നും വേണ്ട, അവിടെ സ്റ്റക്കായി നിന്നാൽ മതി. അതായത് നമ്മുടെ ഇത് പ്രകാരം മിനിമം വെലോസിറ്റി നമ്മൾ പറയിപ്പിക്കുന്നത്, അവിടെ ഇൻഫിനിറ്റി എത്തുമ്പോൾ അവന് കൈനറ്റിക് എനർജി 0 ആയിക്കോട്ടെ. അപ്പൊ കൈനറ്റിക് എനർജി 0. ശരി, ഇനി ഇൻഫിനിറ്റി എത്തുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? നമ്മൾ ഈ ഇക്വേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇക്വേഷൻ അസ്യൂം ചെയ്ത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയിൽ 0 ആണ് അസ്യൂം ചെയ്തിട്ടാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനല്ല, നമ്മുടെ സയന്റിസ്റ്റ്. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ പ്രകാരം പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയിൽ എന്താണ്? 0 ആണ്. അതായത് ഇവിടെ ഇവൻ ഇൻഫിനിറ്റി എത്തുമ്പോൾ എന്താണ്? അവന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. അതായത് മെക്കാനിക്കൽ എനർജി എന്താണ്? 0 ആണ്. മെക്കാനിക്കൽ എനർജി E = 0 ആയിരിക്കും. ഇനി കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി പറയുന്നത് ഇവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഫ്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ, അവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് മെക്കാനിക്കൽ എനർജി മാറാൻ പാടില്ല. അത് അവസാനം 0 ആണ്, ആദ്യം 0 ആയിരുന്നു. ഈ 0 ആണെങ്കിൽ ഈ 0 ആയിരിക്കണം. അതായത് ഇവിടെ കാണുന്ന ഈ സാധനമില്ലേ, ഇത് പറഞ്ഞ ഈ ഇല്ലേ, അത് 0 ആയിരിക്കണം. അങ്ങനെയാണ് അതിനെ 0 ആക്കിക്കേ. യു വിൽ ഗെറ്റ് 0 = 12 mv² മൈനസ് ഇവിടെ എന്താ ഉള്ളത്? -gmm/r. അത് 0 ആയിരിക്കും, കാരണം ഫൈനൽ 0 അല്ല, അപ്പൊ ഇനീഷ്യലും 0 ആയിരിക്കണം. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ പരിപാടി തീർന്നു നോക്കിയോ. 12 mv² മറ്റൊന്ന് അപ്പുറത്തെ കൊണ്ടാൽ യു ഗെറ്റ് gmm/r കിട്ടും. m കട്ട്
ഈ ഹാഫിനെ അവിടെ കൊണ്ടായി യു ഗെറ്റ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 2 അവിടേക്ക് പോകും. അപ്പൊ 2gm/r കിട്ടും. ശരിയല്ലേ? ഹാഫിനെ അവിടെ കൊണ്ടായി. ദാറ്റ് മീൻസ് v is equal to root of 2gm/r. root of 2gm/r. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശരി, കഴിഞ്ഞു. ദിസ് ഇസ് എസ്കേപ്പ് വെലോസിറ്റി. ദിസ് ഇസ് എസ്കേപ്പ് വെലോസിറ്റി. കഴിഞ്ഞു. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഒരു ഫോം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചേക്കാം. അതെങ്ങനെയാ കിട്ടാന്ന് അറിയാം? ഒന്നുമില്ല, നിങ്ങൾക്കറിയാം സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ gm/, സർഫസിലാണ് r², ക്യാപിറ്റൽ R². ഈ ഇതിൽ 2 r ഉണ്ട് അല്ലേ? r × r ആണ്. ഒരു r കൂടെ വന്നാൽ gr is equal to you will get gm/r. ഒരു r ഇപ്പുറത്തെ കൊണ്ടുവന്നാൽ gm/r. ആ gm/r ഞാൻ gr വെച്ച് റിപ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രശ്നം ഉണ്ടാകുമോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പൊ റൂട്ട് ഓഫ് 2 × gm/r എന്ന് പറഞ്ഞാൽ ഞാൻ ഈ gr റിപ്ലേസ് ചെയ്തു. ഓക്കെ, ഇതും കറക്റ്റ് അല്ലേ? ഇതും എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ അല്ലേ? അപ്പൊ ഇതൊന്ന് പരീക്ഷയിൽ എഴുതി വെക്കാം. ഇവിടെ വരെ മതി ഡെറിവേഷൻ, പക്ഷേ ഇതും കൂടെ എഴുതി വെച്ചിരിക്കാം. ഓക്കെ, സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2ന്റെ വാല്യൂ അറിയാം, 2 ആണെന്ന്. ജിന്റെ വാല്യൂ സർഫസിൽ അറിയാം, എർത്തിന്റെ റേഡിയസ് അറിയാം. സോ വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 11.2 m/s അല്ല, km/s. km/s ആൻസർ ചെയ്തത്. ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ ഓക്കെ. ശരി, അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഒന്നുമില്ല. ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി എടുത്തു, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ½ mv² ആണ്, പൊട്ടൻഷ്യൽ എനർജി -gm/r ആണ്. ഫൈനൽ എടുത്തു നോക്കിയപ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ മെക്കാനിക്കൽ എനർജി 0 മനസ്സിലായി. അപ്പൊ ഈ സാധനം 0 എന്ന് മനസ്സിലായി. ഒന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വീണ്ടും വേണ്ടി നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ആദ്യം ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഓക്കെ, പക്ഷെ പിന്നെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കിട്ടിയോ? അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിന്റെ അഥവാ എസ്കേപ്പ് സ്പീഡിന്റെ ഡെറിവേഷൻ 100% പരീക്ഷ ചോദിച്ചിരിക്കും.